നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാതിവെറി എന്ന് പറയുന്നത് മനുഷ്യരാശിയെപ്പോലും വേട്ടയാടുന്ന ഒന്ന് തന്നെയാണ്. അതിനെ തുടർന്ന് നടക്കുന്ന പല ക്രൂര വാർത്തകളും നാം ഏവരും പലപ്പോഴുമായി കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ദളിത് യുവാവിൻ്റെ അമ്മയ്ക്ക് നേരെ ഉയർന്ന ജാതിക്കാരുടെ അതിക്രൂരമായ അതിക്രമം, പീഡനശ്രമം, ഇതൊക്കെ തന്നെയാണ് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ദളിത് യുവാവ് ഗൗണ്ടർ വിഭാഗത്തിലെ യുവതിയെ പ്രണയിച്ചതിന് അവൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ഒരു രാത്രി മുഴുവൻ ബലാത്സംഗം ചെയ്ത വാർത്തയാണ് ലഭിക്കുന്നത്. ഉയർന്ന ജാതിയിലുള്ള യുവതിയെ മകൻ പ്രണയിച്ചു എന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് അവൻ്റെ അമ്മയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. 50-കാരിയായ വീട്ടമ്മയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കി നഗ്നയാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഇവർ. ബലമായി മദ്യം കുടിപ്പിച്ച ശേഷമാണ് ഇവരെ ബലാത്സംഗം ചെയ്തത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. പവിത്ര എന്ന പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ കാമുകനായ സുരേന്ദ്രയുടെ അമ്മയെയാണ് പെൺവീട്ടുകാർ ഇത്ര ദാരുണമായ രീതിയിൽ പീഡനത്തിന് ഇരയാക്കിയത്. ഒരു രാത്രി മുഴുവൻ ഒരു കൊടുങ്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചതായിട്ടാണ് സ്ത്രീ പറയുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട്. സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും. അതും രാജ്യത്ത് തന്നെ ഏറെ ലജ്ജിപ്പിക്കുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസമാണ്, ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഈ ക്രൂരത സംഭവിച്ചത്. ധർമ്മപുരിക്ക് സമീപത്തെ മൊറാപ്പൂർ ഗ്രാമത്തിലാണ് 24 വയസ്സുള്ള ദളിത് യുവാവിനൊപ്പം 23 വയസ്സുള്ള ഗൗണ്ടർ വിഭാഗത്തിലെ യുവതി ഒളിച്ചോടിയത്. സഹപാഠികളായ സുരേന്ദ്രനും പവിത്രയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. യുവതി ഒളിച്ചോടിപ്പോയി എന്ന് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ മകളെ ഫോണിൽ ബന്ധപ്പെടാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള മറുപടി കിട്ടി. അതിന് പിന്നാലെ യുവതിയുടെ ബന്ധുക്കൾ ദളിത് യുവാവിൻ്റെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. പവിത്രയുടെ അച്ഛൻ ഭൂപതി സുരേന്ദ്രന്റെ വീട്ടിലെത്തി യുവാവിനെ വിളിക്കാനായി ആവശ്യപ്പെട്ടു. അതിനുശേഷം യുവാവിൻ്റെ അമ്മ ഭയപ്പെട്ടു. ഫോണിൽ മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. സ്വിച്ച് ഓഫ് ആണെന്നുള്ള മറുപടി തന്നെയാണ് അവർക്കും കിട്ടിയത്. തൊട്ടു പിന്നാലെയാണ് അമ്മയെ തട്ടിക്കൊണ്ടുപോയി ഈ കൊടും ക്രൂരത കാട്ടിയത്. യുവാവും യുവതിയും ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത്. മകളെ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് യുവതിയുടെ ബന്ധുക്കൾ യുവാവിൻ്റെ വീട്ടിൽ പോയത്. യുവാവിൻ്റെ അമ്മയ്ക്ക് നേരെയുണ്ടായ ഈ അതിക്രമത്തിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെയും എന്തുകൊണ്ട് പോലീസ് അധികാരികൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഏവരെയും നാണിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.